അപ്പോൾ ഇതിന്റെ ലോജിക് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് പൊതുവായ ഒരു തത്വമാണ്. ആക്ച്വലി ഇതെന്തല്ല, കണക്ക് ചോദ്യമല്ല, ഇത് മെന്റൽ എബിലിറ്റി ചോദ്യമാണ്. ഈ ചോദ്യം കൊണ്ട് PSC ഉദ്ദേശിച്ചത് എന്താണ്? ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ LDC സീസണിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാവരും തകൃതിയായി പഠിക്കുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ LDC പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കോമഡിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം കണക്കുകളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് പൊതുവെ ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ കോമഡി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ്? കണക്കിന്റെ ചോദ്യങ്ങളിലാണ്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ആ ചോദ്യങ്ങളിൽ കോമഡി കടന്നു വന്നത്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ പറ്റിച്ചത്, അല്ലെങ്കിൽ നമുക്ക് മുന്നേ പരീക്ഷ എഴുതിയ ആൾക്കാര് എന്തുകൊണ്ട് ആ കോമഡി തിരിച്ചറിയാതെ പോയി എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. രണ്ട് തരത്തിലാണ് ഇവിടെ ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോമഡി സംഭവിച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ചില ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് എന്തോ ഒരു സംഗതി പറ്റിക്കൽസ് ഉണ്ട്, അല്ലെ? ഇത് നമ്മളെ പറ്റിക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ഒന്നുകിൽ നമ്മളത് വിട്ടിട്ടു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം അവിടെ പ്രവർത്തിക്കും. അതൊരു തരത്തിൽ. രണ്ടാമത്തെ കാറ്റഗറി ചോദ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചോദ്യം കാണുമ്പോൾ ഏതാണ്ട് ഭീകര സംഭവമാണെന്ന് നമുക്ക് തോന്നുകയും എന്നാൽ അതിനകത്ത് ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, നമ്മളിത് വലിയ ഭീകരമായിട്ട് തന്നെ ചെയ്ത് ആൻസർ ഒക്കെ കണ്ടുപിടിച്ച് ഒരുപാട് സമയമൊക്കെ കളഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെലവാക്കിയ അത്രയും സമയത്തിന്റെ കാര്യമൊന്നും ഈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ട് തരത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഇപ്പൊ PSC നമുക്ക് എങ്ങനെയാണ് കോമഡി കണക്കുകൾ തന്നിട്ട് പറ്റിക്കുന്നത് എന്നും ആ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ക്ലാസ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ ധാരാളം ക്ലാസ് ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു 10 ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വന്നോളൂ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു A4 സൈസ് പേപ്പറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. A4 സൈസ് പേപ്പർ പകുതി വെച്ച് മടക്കിയാൽ എത്ര പ്രാവശ്യം മടക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഒരു PSC ചോദ്യം. ഇത് നമ്മുടെ LDC പരീക്ഷയ്ക്ക് 2014 PSC ചോദിച്ചതാണ്. അതിനുശേഷവും അതിനു മുമ്പും ഈ ചോദ്യം ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ ലോജിക് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് പൊതുവായ ഒരു തത്വമാണ്. ആക്ച്വലി ഇതെന്തല്ല, കണക്ക് ചോദ്യമല്ല, ഇത് മെന്റൽ എബിലിറ്റി ചോദ്യമാണ്. ഈ ചോദ്യം കൊണ്ട് PSC ഉദ്ദേശിച്ചത് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ PSC ലക്ഷ്യം വെച്ചത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് ഫോക്കസ് ചെയ്തത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുസൃതി കുടുക്കയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. വേറൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ട്, അല്ലെ? ഈ ഹോൾ ടിക്കറ്റ് എന്ത് സൈസാണ്? A4 സൈസാണ്. അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നമ്മളെടുത്ത് മടക്കി നോക്കൂല, അല്ലെ? അപ്പൊ A4 സൈസ് അറിയുന്ന ഏതൊരു കുട്ടിയും ആ പരീക്ഷാ ഹാളിൽ ഇരുന്ന് കാണിക്കുന്ന എന്തായിരിക്കും? ആ ഒരു ഷീറ്റ് എടുത്ത് മടക്കി നോക്കും, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇത് നമുക്ക് കുറേ മടക്കാൻ പറ്റുന്നുണ്ട്, ഇത് എത്ര പ്രാവശ്യം എന്നെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ള രീതിയിൽ, അല്ലെ? എന്നാൽ ഇത് കോമൺ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു നോക്കുക. ഒരു A4 സൈസ് പേപ്പറിനെ നമുക്ക് പരമാവധി 7 പ്രാവശ്യം മാത്രമേ നമുക്ക് പകുതി എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ എടുത്ത് മടക്കുന്നു, പിന്നെ അതിനെ പകുതി വെച്ച് മടക്കുന്നു, അങ്ങനെ മടക്കി 7 തവണ മാത്രമേ മടക്കാൻ പറ്റുള്ളൂ. ഇനിയും ഈ ചോദ്യം നമുക്ക് പല സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നു, ഈ ഒരു ചോദ്യം എന്തല്ല, ശരിക്കും ലോജിക്കലി കണക്കിൽ നിന്നുള്ള ചോദ്യം അല്ലല്ലേ. എന്നാൽ പക്ഷെ ഇതെന്താണ്, മെന്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കാം. ഇപ്പൊ 7 തവണ മടക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പേപ്പറിന് എന്ത് സംഭവിക്കും? അതോടുകൂടി ഇത് നശിച്ചു പോവോ, അതോ അത് തനിയെ നിവർന്നു വരുമോ? അങ്ങനെയല്ല, ഒരു പ്രത്യേക ഷേപ്പിലേക്ക് ഇതങ്ങ് ഉരുണ്ടു പോകും, പേപ്പർ അങ്ങ് ചുരുണ്ട് അങ്ങ് പോകും എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മടക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പിടികിട്ടിയോ? അപ്പൊ എത്ര തവണ ഒരു A4 സൈസ് പേപ്പർ പകുതി വെച്ച് മടക്കാം എന്ന് ചോദിച്ചാൽ 7 തവണ കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിക്കോ, നല്ലൊരു ചോദ്യമാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, എത്ര തവണ 15ൽ നിന്ന് 3 കുറയ്ക്കാം? ഒറ്റ നോട്ടത്തിൽ ഈ ചോദ്യം കാണുന്ന ഏതൊരാൾക്കും അയ്യേ എന്ന് തോന്നുകയും നമ്മൾ ഈ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 5 എന്ന ആൻസർ എഴുതുകയും ചെയ്യും, അല്ലെ? 15ൽ എത്ര 3 ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5 എന്ന ആൻസർ എഴുതും. അപ്പൊ 5 ആൻസർ തെറ്റാണ്. ഇവിടുത്തെ ആൻസർ 1 മാത്രമാണ്. ഇത് വളരെ കോമഡി നിറഞ്ഞ ഒരു ചോദ്യമാണ്, അല്ലെ? ഇതൊരു തമാശയല്ലേ? എന്താ സംഭവം? നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? 15ൽ നിന്ന് എത്ര തവണ 3 കുറയ്ക്കാം എന്ന് വെച്ചാൽ 15ൽ 3 എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 എണ്ണം കുറച്ചുകൂടെ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ അവിടെയും എന്താണ്, PSC നമ്മുടെ ലോജിക്ക് നോക്കുകയായിരുന്നു.
15-ൽ നിന്ന് എത്ര തവണ 3 കുറയ്ക്കാം എന്ന് വെച്ചാൽ ഒറ്റ തവണയെ കുറയ്ക്കാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. 15-ൽ നിന്ന് ഒരു തവണ, അപ്പൊ എന്ത് കിട്ടും? 12 കിട്ടും അല്ലേ. പിന്നെ 12-ൽ നിന്നല്ലേ നമുക്ക് 3 കുറയ്ക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ. പിന്നെ 12-ൽ നിന്ന് 3 കുറച്ച 9, 9-ൽ നിന്നല്ലേ, ആ രീതിയിലല്ലേ കുറച്ചു പോകാൻ പറ്റൂ. അപ്പൊ ആക്ച്വലി 15-ൽ നിന്ന് എത്ര 3 കുറയ്ക്കാം എന്ന് വെച്ചാൽ ഒരെണ്ണം. അപ്പൊ നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചു നോക്കിയേ, 50-ൽ നിന്ന് എത്ര 4 കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റില്ലേ. 100-ൽ നിന്ന് എത്ര തവണ 10 കുറയ്ക്കാം, പിടികിട്ടിയോ. എന്നാൽ ഈ ചോദ്യത്തിന്റെ ശൈലി ഒന്ന് മാറിയിട്ട് 15-ൽ എത്ര 3 ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നൊന്നും എഴുതരുത്. 15-ൽ എത്ര 3 ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയാ, അത് 5 എണ്ണം ഉണ്ട് എന്ന് തന്നെ പറയാ. ഓക്കെ, 15-ൽ എത്ര 3 ഉണ്ട് എന്ന് ചോദിച്ചാൽ 5 എണ്ണം, എന്നാൽ എത്ര തവണ കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ ഒറ്റ തവണ. ശ്രദ്ധിക്കണേ. അടുത്തൊരു ചോദ്യം, 10⁻499 എത്ര അക്കങ്ങളുണ്ട്? സ്വാഭാവികമായിട്ട് നമ്മൾ ആകെ ടെൻഷൻ ആവും അല്ലെ. നമുക്ക് അല്ലെങ്കിൽ തന്നെ എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യങ്ക നിയമങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ആകെ അങ്ങ് ടെൻഷനാണ്. അപ്പൊ അത്രയും ടെൻഷന്റെ ആവശ്യമൊന്നും ഈ ഒരു ചോദ്യത്തിന് വരുന്നില്ല. ശ്രദ്ധിക്കുക, 10⁻499 കുറിച്ച് ഞാൻ പറയാം, കേട്ടോളൂ. ഇപ്പൊ 10 എന്ന് പറയുന്ന സംഖ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-ന്റെ സ്ക്വയർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 10-ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 10⁻2 എത്രയാ? അത് 100 ആണോ? ആണ്. ഇനി 10-ന്റെ ക്യൂബ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. 10-നെ ക്യൂബ് ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? 1000 എന്ന് കിട്ടും അല്ലേടാ. അതുപോലെ 10⁻4 എന്ന് എടുക്കുകയാണെങ്കിലോ എന്ത് കിട്ടും? 10,000 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതിനകത്തുള്ള അക്കങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 10-ന്റെ സ്ക്വയർ എടുത്താൽ അതിനകത്ത് എന്തേ ഉള്ളൂ? 3 അക്കങ്ങളുണ്ട് അല്ലെ. 10-ന്റെ ക്യൂബ് എടുത്താൽ 4 അക്കങ്ങളുണ്ട്. എന്നാൽ 10⁻4 എടുത്താലോ അതിനകത്ത് 5 അക്കങ്ങളുണ്ട്. എന്നാൽ 10⁻1 എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിലോടാ എത്ര എണ്ണം ഉണ്ട്? 2 അക്കങ്ങൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 10-ന്റെ പവർ എടുക്കുമ്പോൾ അതിന്റെ പവറിൽ എത്രയുണ്ടോ അതിനേക്കാൾ 1 കൂടുതലായിരിക്കും അക്കങ്ങളുടെ എണ്ണം. രണ്ടാമത്തെ പവറിൽ 3 അക്കങ്ങൾ, മൂന്നാമത്തെ പവറിൽ 4 അക്കങ്ങൾ, നാലാമത്തെ പവറിൽ 5 അക്കങ്ങൾ. ഈ ക്രമത്തിൽ പോവുമല്ലേ. അങ്ങനെയാണെങ്കിൽ 10⁻499 എടുത്താൽ അതിനകത്ത് 1 കൂട്ടി എഴുതിയാൽ പോരെ. പിടികിട്ടിയോ? അപ്പൊ 10⁻499 നമ്മൾ മുഴുവൻ എഴുതി നോക്കണോ? അങ്ങനെ ആവശ്യമുണ്ടോ? പലരും ഇത് കണ്ടിട്ട് വിട്ടിട്ട് തന്നെ പോവും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 499 എന്നൊക്കെ എഴുതിയിട്ട് തടി കഴിച്ചിലാക്കും. പക്ഷെ എന്ത് ചെയ്യും, സംഭവം തെറ്റിപ്പോവും. അപ്പൊ 10⁻499 ഒന്നും കൂടെ ചേർത്ത് എഴുതുക. എത്ര അക്കങ്ങളുണ്ട്? 500 അക്കങ്ങളുണ്ട്. തെറ്റരുത്. എന്നാൽ ഇതേ ചോദ്യത്തിൽ നിങ്ങളോട് ചോദിക്കാം, 10⁻499 എത്ര പൂജ്യങ്ങളുണ്ട് എന്ന് ചോദിക്കാം. പൂജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 499 മതി. അക്കങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 1 കൂട്ടിയിട്ട് 500 എന്ന് പറയാ. തെറ്റരുത്. അപ്പൊ 10⁻499 എത്ര അക്കങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 500 ആണ്. എന്നാൽ 10⁻499 പൂജ്യങ്ങളുടെ എണ്ണം 499 മാത്രമാണ്. തെറ്റല്ലേ? തെറ്റല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് പണി തരും. അടുത്തൊരു ചോദ്യം, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ 3 അക്ക സംഖ്യയുടെയും തുക എന്ത്? ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും അല്ലേ. അയ്യോ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഞാൻ എഴുതിയാൽ കറക്റ്റ് ആവുമോ? ഒന്നുമില്ല. 4 അക്കങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് അറിഞ്ഞൂടെടാ. 4 അക്കങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആരാ? അത് 1000 അല്ലേ? ആണ്. ഇനി പറയാണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യയുടെയും തുക. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ അല്ലെങ്കിൽ 3 അക്കങ്ങൾ വരുന്ന ഏറ്റവും വലിയ സംഖ്യ ആരാ? 999. ശരിയല്ലേ. അപ്പൊ 1000-ഉം 999-ഉം ചേർന്നാൽ 1999 എന്ന് കിട്ടത്തില്ലേ? കഴിഞ്ഞു അല്ലെ. ഈ 2 സംഖ്യകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതും നമുക്ക് എന്തല്ല, അത്ര വലിയ കാര്യമല്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഒരു ഗാംഭീര്യം കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇത് വിട്ടിട്ടു കേട്ടോ. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാനുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലെ തന്നെ മറ്റു ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. 5 അക്ക സംഖ്യകൾ, അതുപോലെ 5 അക്ക സംഖ്യകളിൽ ചെറുതും 4 അക്ക സംഖ്യകളിൽ വലുതും തമ്മിൽ കൂട്ടിയാൽ എന്ത്, അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിരുത്തി ചിന്തിക്കുക. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്ന ആരാണ്? 1000 ആണ്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് വെച്ചാൽ 999 ആണ്. തമ്മിൽ കൂട്ടിയാൽ 1999. തെറ്റരുത്, തെറ്റരുത്. അടുത്ത ചോദ്യം, 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 എന്ന് എഴുതരുത് കേട്ടോ. 1 ലക്ഷത്തിൽ നിന്ന് എത്ര 1000 കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുക? 1 എന്ന് പറഞ്ഞു. പക്ഷേ 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ് 1 ലക്ഷം.
1 ലക്ഷം ഒന്ന് അറ്റ്ലീസ്റ്റ് എഴുതാനെങ്കിലും അറിയുന്ന ആൾക്കാരായിരിക്കും PSC പരീക്ഷ എഴുതുന്നത് എന്നാണ് എൻ്റെ ധാരണ. ആണല്ലോ. അപ്പൊ 1 ലക്ഷത്തിൽ എത്ര പൂജ്യമുണ്ട്? 5 പൂജ്യമുണ്ട്. അപ്പൊ 1 ലക്ഷം എഴുതി. ഇനി നിങ്ങൾ അതിന്റെ താഴെ കൊണ്ടുവന്നിട്ട് എന്തെഴുതുക? 1000 എഴുതുക. 1000 എത്ര പൂജ്യ ഉണ്ടോ? അപ്പൊ 1 ലക്ഷത്തിലെ 3 പൂജ്യവും 1000-ലെ 3 പൂജ്യവും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ആൻസർ എത്രയാ? 100. ഇത്ര എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. 1 ലക്ഷത്തിൽ എത്ര 1000 ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാ? ഇതിനകത്ത് എന്തോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഈ ചോദ്യം തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. 1 ലക്ഷം അതുപോലെ എഴുതുക, എന്നിട്ട് 1000 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അതിന്റെ താഴെ 1000 എഴുതിയാൽ മാത്രം മതി, അല്ലെ? എന്നിട്ട് പൂജ്യങ്ങളെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടൂലേ? അത്രേ ഉള്ളൂ ആൻസർ. റെഡി? അതുപോലെ മറ്റൊരു ചോദ്യം, 2 സംഖ്യകളുടെ തുക 10, അവയുടെ ഗുണനഫലം 20 എങ്കിൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം, അല്ലെ? അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ വിൽക്രമം, റെസിപ്രോക്കൽസ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വിട്ടിട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ലേ? പലരും ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മനസ്സിലാക്കുക, ഇനി നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സംഖ്യകളുടെ തുക 10, സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 10, ഗുണനഫലം 20, റെസിപ്രോക്കൽസിന്റെ തുക അല്ലെങ്കിൽ വിൽക്രമങ്ങളുടെ തുക എന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? സംഖ്യകളുടെ തുകയായ 10നെ ഗുണനഫലം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി, വേറൊന്നുമില്ല കേട്ടോ. 2 സംഖ്യകളുടെ തുകയും ഗുണനഫലവും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക കാണാൻ പറഞ്ഞ തുകയെ ഗുണനഫലം കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടൂലേടാ. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ചിന്തിച്ച് പോകരുത് കേട്ടോ. അല്ലാതെ സംഖ്യകൾ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി പോകരുത്. തുക വെച്ചിട്ട് ഗുണനഫലം വെച്ചിട്ട് സംഖ്യകൾ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം എന്ന് വെച്ചിട്ട് പോകരുത്. നമ്മുടെ സമയം വെറുതെ പോവും. അങ്ങനെ പോയിട്ട് സമയം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറയാണ്, തുകയും ഗുണനഫലവും തന്നാൽ എന്ത് ചെയ്യണോടാ? തുകയെ ജസ്റ്റ് ഗുണനഫലം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. അതിന്റെ ലോജിക് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, സംഖ്യ എയും ബിയും ആണെങ്കിൽ അവരുടെ റെസിപ്രോക്കൽ 1/aയും അതുപോലെ 1/bയും അല്ലേടാ. ഇവരെ തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. എയും ബിയും കൂടെ ഗുണിച്ചിട്ട് AB എന്ന് എഴുതും, അല്ലെ? അതുപോലെ ബിയും എയും തമ്മിൽ കൂട്ടിയിട്ട് മുകളിൽ എഴുതും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട്, അല്ലെ? ബിയും എയും തമ്മിൽ കൂട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ മുകളിൽ തുക, താഴെ ഗുണനഫലം. ഇത് നമ്മൾ എഴുതി നോക്കേണ്ട കാര്യമുണ്ടോ? തുകയും ഗുണനഫലം അറിയാമെങ്കിൽ തുക മുകളിൽ എഴുതുക, ഗുണനഫലം താഴെ എഴുതുക. നമുക്ക് കിട്ടുന്നത് വിൽക്രമത്തിന്റെ തുക തന്നെ ആയിരിക്കും, സംശയിക്കേണ്ട. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം, തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100? ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടുവോ? ഇവിടെ ഞെട്ടേണ്ട ഒരു കാര്യമില്ല. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100 എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട, തന്നിരിക്കുന്ന തുക അറിയാലോ, 100 ആണ്. 100 എന്ന സംഖ്യയുടെ റൂട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇതിനാവശ്യമില്ലാതെ ഇക്വേഷൻ ഒന്നും എഴുതി സമയം കളയരുത്. ഒറ്റ സംഖ്യകളാണ്. ആദ്യത്തെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ n² ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? n² ഒക്കെ അവിടെ എഴുതി 100നെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് റൂട്ട് എടുത്തൊക്കെ വരുമ്പോൾ സമയം പോകും. പോകരുത്, അല്ലെ? അപ്പൊ ഒറ്റ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് എങ്കിൽ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ ആ 100ന്റെ തുകയുടെ റൂട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. വെറുതെ സമയം കളയരുത് കേട്ടോ. കൊണ്ടുപോയി കളയരുത്. അടുത്തൊരു ചോദ്യം, ആദ്യത്തെ 5 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണെന്ന് ചോദിക്കാം. ആദ്യത്തെ 5 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം, അല്ലെ? എത്ര എണ്ണ ചോദിച്ചിരിക്കുന്നത്? 5 എണ്ണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസർ 5 എണ്ണം എഴുതിയാൽ മതി, കഴിഞ്ഞു. നമ്മളിവിടെ ഒറ്റ സംഖ്യകളുടെ തുക പറഞ്ഞതുപോലെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി നമ്മൾ പഠിച്ചിരിക്കുന്നത് n എന്നല്ലേടാ? ആണ്. അപ്പൊ ആദ്യത്തെ 5 ഒറ്റ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എന്താ പറയാ? 5 അതുപോലെ അങ്ങ് എടുത്തെഴുതിയാൽ മതി. കൊണ്ടുപോയി കളയരുത്. ഓക്കെ. അഥവാ നിങ്ങൾക്ക് ഇത് സംശയമാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 5 ഒറ്റ എണ്ണൽ സംഖ്യകൾ എഴുതുക. ആരൊക്കെയാ? 1, 3, 5, 7, 9 ആയോ? എപ്പോഴും നമ്മൾ എന്താ പറയാ? ശരാശരി എന്ന് വെച്ചാൽ, തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എന്ന് വെച്ചാൽ മിഡിൽ നമ്പർ അല്ലേ? നടുവിലത്തെ സംഖ്യ 5, കഴിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കൂടെ കൂട്ടിക്കോളൂ, കൂട്ടിയിട്ട് ഒരു തുക എടുക്കൂ, എന്നിട്ട് 5 കൊണ്ട് ഹരിക്കൂ. അങ്ങനെ ചെയ്താലും പോരെ? മതി. പക്ഷെ അതെല്ലാം നമ്മുടെ സമയത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം, അല്ലെ? പലരും ചെയ്യുന്ന എന്താണ്? ഈ 5 എണ്ണം തമ്മിൽ കൂട്ടുന്നു, എന്നിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ചെയ്യരുത്.
നമുക്ക് ഏത് മതി? 5 എണ്ണൽ സംഖ്യകളാണോ, ഒറ്റ എണ്ണൽ സംഖ്യകളാണോ, ആദ്യത്തെ ആണോ? 5 അതുപോലെ അങ്ങ് എടുത്തെഴുതിയാൽ മതി, ശരാശരിയായി. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം, 6ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക. ദാ വീണ്ടും വന്നു ഘടകങ്ങളും, അല്ലെ? അതുപോലെ വിൽക്രമം എന്ന വേർഡും. കണ്ടോ? ഈ 6ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെ എന്നറിയാലോ? 1, 2, 3, 6 ഫാക്ടേഴ്സ്. ഇവരുടെ വിൽക്രമങ്ങളുടെ തുക എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മൾ എടുക്കുക? 1ന്റെ വിൽക്രമം എടുക്കണം, 2ന്റെ, 3ന്റെ, 6ന്റെ എല്ലാം എടുക്കണം, അല്ലെ? പക്ഷേ നിങ്ങളോട് ഇപ്പൊ ഞാൻ പറയാണ്, 6ന്റെ ഘടകങ്ങളുടെ തുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ 2 എന്നേ എഴുതാവൂ കേട്ടോ. ഇതങ്ങ് കാണാതെ പഠിച്ചു നോക്കുക. എന്ന് വെച്ചാൽ എല്ലാ കണക്കും ഇതുപോലെ കാണാതെ പഠിച്ചു വെക്കണമെന്നല്ലടാ. ഈ 6 എന്ന സംഖ്യയുടെ പ്രത്യേകത എന്താണെന്നോ? ഇതിനെ നമ്മൾ അനഘ സംഖ്യകൾ എന്ന് വിളിക്കുന്ന ഒരു ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റും. അനഘ സംഖ്യകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അറിയാവോ? സംഖ്യകളുടെ ഘടകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് 6ന്റെ ഘടകങ്ങൾ എടുത്ത് നമ്മൾ കൂട്ടി നോക്കുകയാണ്. 6ന്റെ ഘടകങ്ങൾ ആരൊക്കെയാ? 6 ഒഴികെയുള്ള ബാക്കിയുള്ളവരെ എടുത്താൽ മതി. 1, 2, 3 കൂട്ടിയാൽ 6 കിട്ടുമല്ലോ. അത്തരത്തിൽ അതേ സ്വഭാവമുള്ള ചില സംഖ്യകളുണ്ട്. അവരെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, നിങ്ങളിൽ പലർക്കും അറിയാം. അതിലൊരാളാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആര്? 6, അല്ലെ? 6 പോലെ അടുത്തൊരു അനഘസംഖ്യ ആരാണ്? അത് 28 ആണ്. ശരിയല്ലേ? അടുത്ത സംഖ്യ ആരാന്ന് വെച്ചാൽ 496 ആണ്. അടുത്ത സംഖ്യ 8128. ഈ 4 സംഖ്യകളെ നമുക്ക് പഠിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഈ സംഖ്യകൾ നമുക്ക് പല സാഹചര്യങ്ങളിൽ ഉപകാരപ്പെടും. എന്നാൽ ഇത്തരം സംഖ്യകൾ നമ്മൾ മറ്റുള്ളവരുടെ മോളിൽ സ്കോർ ചെയ്യുന്നത്, സിമ്പിൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളോട് ചോദിക്കുക 8128 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമം എടുത്തിട്ട് കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയാം. ഒരു സംശയം വേണ്ട കേട്ടോ. അതുപോലെ 496 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ വിൽക്രമത്തിന്റെ തുക എത്രയാണെന്ന് വെച്ചാൽ എന്താ? 2 എന്ന് പറയാം. ഇപ്പൊ 28ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്രയാണെന്ന് വെച്ചാൽ 2. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ചോദ്യത്തിലെ കോമഡി കേട്ടോ. 6ന്റെ ഘടകങ്ങൾ വിൽക്രമം എടുത്ത് കൂട്ടുന്ന പോലെ അല്ല 28ൻ്റെത്. അതിനുള്ള സമയം എടുക്കും. 496ന്റെ ഘടകങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് പോസിബിൾ ആണോ? അല്ല. പകരം ഒറ്റ വാക്കിൽ പഠിച്ചു വെക്കുക. അത് എത്രയാണ്? 2 ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ അനഘസംഖ്യ എന്താണെന്ന് അറിയാലോ? ഘടകങ്ങൾ, അതേ സംഖ്യ ഒഴികെയുള്ള ബാക്കിയുള്ള ഘടകങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഈ പറയുന്ന സംഖ്യ കിട്ടിയാൽ അത്തരം സംഖ്യകളാണ് എന്ത്? അനഘസംഖ്യകൾ. അതുകൊണ്ട് തന്നെ ഈ അനഘസംഖ്യകളുടെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എടുത്ത് നോക്കിയാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 2 എന്നേ കിട്ടുള്ളൂ, ഒരു സംശയവും വേണ്ട. ഓക്കെ, അത് ഉറപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി 51 ചേർത്താൽ 676 കിട്ടും. സംഖ്യ ഏത്? ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ടെൻഷൻ ഉണ്ടോ? വർഗം എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോ? നമുക്ക് പൂർണ്ണമായിട്ടൊരു വർഗം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് അടുത്തൊരു സംഖ്യയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഏതാണ്ട് എക്സും വൈയും ഒക്കെ ഇട്ടിട്ട് ഇവിടെ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെ? ഒന്നുമില്ല, ഏതോ സംഖ്യയുടെ വർഗത്തിനോട് 51 കൂട്ടിയാലല്ലേടാ 676. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ? 676 എന്ന സംഖ്യയിൽ നിന്ന് ജസ്റ്റ് 51നെ കുറയ്ക്കുക. ഇത് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 676ൽ നിന്ന് 51 കുറച്ചപ്പോൾ നമുക്ക് 625 കിട്ടിയോ? ഓക്കെ, ഈ 625 അടിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങിയിട്ട് മണ്ടന്മാരായ ആൾക്കാരുണ്ട്. അതാണ് അടുത്ത ട്വിസ്റ്റ് കേട്ടോ. 625 അല്ല ആൻസർ. 625ന്റെ റൂട്ട് എടുത്ത് എഴുതിയാലേ ഇവിടുത്തെ ആൻസർ കിട്ടുള്ളൂ. 625ന്റെ റൂട്ട് 25. അതുകൊണ്ട് നമ്മുടെ സംഖ്യ ആര് എന്ന് വെച്ചാൽ പറയുക, അത് 25 ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സംഖ്യ ഏതാണ്? 25. അപ്പൊ ഒരു സംഖ്യയുടെ വർഗത്തോടു കൂടി 51 കൂട്ടിയാലാണ് 676 കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 676 എന്ന് ഈ കൂട്ടി എന്ന് പറയുന്ന സംഖ്യ കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന സംഖ്യ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ കയറി അടിക്കരുത് കേട്ടോ. അതിന്റെ റൂട്ട് എടുത്തെഴുതുക. 625ന്റെ റൂട്ട് എത്രയാടാ? 25. കണ്ടോ? മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. റെഡി. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ഗുണനഫലം 216. അതിലൊരു സംഖ്യ 18 ആയാൽ മറ്റേ സംഖ്യ ഏത്? അല്ലെ? 2 സംഖ്യകൾ, ഇപ്പൊ എയും ബിയും എന്നിങ്ങനെ 2 സംഖ്യകളാണെന്ന് വിചാരിക്കുക. ഇവരുടെ ഗുണനഫലം 216 ആണല്ലോ. ആണ്. ഇതിൽ എ എന്ന സംഖ്യ 18 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ബി കണ്ടെത്താമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഉറപ്പായിട്ടും 216നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 18 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലെ? ഇത് ഡിവൈഡ് ചെയ്യാൻ എന്ത് സമയം വേണം? പകരം നിങ്ങൾ ആലോചിക്കുക, ഈ 18നോട് ഏതോ ഒരു സംഖ്യ ഗുണിച്ചപ്പോഴാണല്ലോ 216 കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക, 8നോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് 16 കിട്ടുക?
അത് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടുത്തെ 8നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ ഇവിടുത്തെ 16 കിട്ടും. ഇത്രയും മാത്രം ആലോചിക്കാൻ പറ്റുമോ? എത്രയാ? 2 അല്ലേ? അപ്പൊ ഓപ്ഷനകത്ത് എവിടെയെങ്കിലും 2 അവസാനിക്കുന്ന സംഖ്യ ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 8 എന്തായാലും അല്ല അല്ലെ? 8 × 8 എത്ര കിട്ടുള്ളൂ? 64. പിന്നെ 6 എന്തായാലും അല്ല, 6 × 8 48 കിട്ടുള്ളൂ, 8 ആണ്. അപ്പൊ ഇനി 8നോട് 2 ഗുണിച്ചാൽ എന്ത് കിട്ടും? 16 അല്ലെ? അപ്പൊ 6 കിട്ടിയിട്ടുണ്ട്. യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം നോക്കിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതിന് ഇത്രയും സമയത്തിന്റെ ആവശ്യമുള്ളൂ. 18ന്റെ 8നോട് ഏത് സംഖ്യ ഗുണിച്ചാൽ ഇവിടെ 6 കിട്ടും എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ 8നോട് ഓപ്ഷനിൽ നിന്ന് നോക്കിയാൽ 2 മാത്രം പോരെ? പിടികിട്ടിയോ? ഇവിടെ നമ്മൾ ഹരിക്കാൻ നടക്കണോ? എഴുതി നോക്കണോ? എയും ബി എഴുതണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഒരു 18 216ലേക്ക് വരാൻ എത്ര കൊണ്ട് ഗുണിച്ചു എന്ന് കണ്ടെത്താൻ മുഴുവനായിട്ട് ഡിവൈഡ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല അല്ലെ? അപ്പൊ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവസാനത്തെ ചോദ്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതല്ലേ? ഈ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്ത ചോദ്യങ്ങൾ നിങ്ങളിൽ പലരും പരീക്ഷ ഹാളിൽ തെറ്റിക്കും എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ കേട്ടോ. ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇനി അത് തെറ്റിക്കരുത്. ഇത്തരത്തിലുള്ള സിമ്പിൾ ചോദ്യങ്ങൾ ഇവരെ നമ്മൾ കോമഡി കണക്കുകൾ എന്നാണ് വിളിക്കുക. ഇവര് എന്താണ് പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് കോമഡി ആയിട്ട് മാറും. എന്നാൽ പരീക്ഷാ ഹാളിൽ ഇവര് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചെയ്ത ചോദ്യങ്ങൾ എല്ലാം മനസ്സിലായി, അതിനകത്തുള്ള ട്വിസ്റ്റുകളും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ, ആവശ്യം വരും. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.